അവനെ 10 മണിക്ക് മുമ്പേ കൊണ്ട് എത്തിക്കണേ. 10 മണി എന്തിന്? 9:59 ഞാൻ അവനെ ഇവിടെ എത്തിക്കും. എന്റെ പൊന്നമ്മ, ഞാൻ കൊച്ചാ. അതെ അമ്മ, അവൻ വളർന്ന് വലുതായില്ലെങ്കിലും അവൻ മാനസികമായിട്ട് വലുതായ പയ്യനല്ലേ, അവൻ വരും. അപ്പൊ എന്താണ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്തിനായിക്കോട്ടെ, സമയത്തിന് തന്നെ കൊണ്ട് എത്തിക്കണേ. അവരിപ്പം നല്ല തരത്തിലാണ് സംസാരിച്ചതിന് രാത്രി 10 മണി കഴിക്കളെ കൊണ്ട് എത്തിക്കണേ. കഥ ഓർമ്മ ഇന്ന് ഞാൻ വരുന്നൊന്നുമില്ല. ഇന്നലെ വെളുപ്പിനാണ് കഥ ഓർന്നത്. എടാ നീ എന്തിനാ ഞാൻ മനഃപൂർവ്വം ചെയ്ത് നടക്കാ? അതൊക്കെ ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദമല്ലേടാ കൂട്ടുകാരത്. അങ്ങനെ എന്തൊരു സാഹചര്യം ഇന്ന് എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ വിചാരിക്കുന്നു കുറച്ചുമായിട്ട് നേരത്തെ കയറാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്കൊരു 9:30 ആക്കുമ്പോ കയറാം. പറ്റത്തില്ല. ശബരി കറക്റ്റ് 9:30 ആകുമ്പോ പണം തീരൂടാ. ഇനിയിപ്പോ രാത്രി 10:30 തീരുന്ന് പറയാൻ ഞാൻ ഇല്ല. മനഃപൂർവ്വം അല്ലല്ലോ, ഇതൊക്കെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമല്ലേ. അല്ല, എന്താണ് ഈ സാഹചര്യം? ചായ കുടിക്കണം, സിനിമ കാണണം, പിന്നെ രാത്രി കറങ്ങി കിടക്കണം, നക്ഷത്രം കാണണം. എന്തൊക്കെ സാഹചര്യമാണ് കൂട്ടുകാരാ. എന്റെ പൊന്നളി, നീ എന്തൊക്കെ സാഹചര്യം പറഞ്ഞാലും ഇന്ന് രാത്രി എന്നെ കിട്ടത്തില്ല. ഇന്ന് നീ 9:30 നിന്നെ കൊണ്ട് കയറ്റില്ലെങ്കിൽ എന്റെ മൂത്താപ്പ സൽക്കർമ്മിയായ ആ മനുഷ്യൻ ചത്തു തൊലഞ്ഞു പണ്ടാരാണ് ഇമ്പോട്ട്. കരളിലെഴും ഒരു മൗനം. എന്താടാ എന്നോട് ഒന്ന് ഹോസ്പിറ്റലിൽ വരെ വരൂ. എന്ത്? മൂത്താപ്പക്ക് ഒരു നെഞ്ചു വേന. ഗ്യാസ് ആയിരിക്കും അല്ലേ? ഗ്യാസ് ആയിരിക്കും.